നമസ്കാരം, സന്തോഷേട്ടാ. എല്ലാവർക്കും അന്ന് ഒരു ബന്ധുത്വം ഇന്ന് ഒന്നും കൂടെ ഒരു ഊട്ടിയുറപ്പിച്ച പോലെയായി. അന്ന് കണ്ട മുഖങ്ങളൊക്കെ ഇന്ന് വീണ്ടും സ്ക്രീനിൽ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതൊരു പശുമയാണെങ്കിലും അതൊരു സന്തോഷത്തോടെ ഞാൻ അനുഭവിക്കുകയാണ്. ഏഹ് പിന്നെ അന്നൊരു എന്താ പറയാ, റെയിൻ ക്യാമ്പ് അല്ല, ബ്രെയിൻ ക്യാമ്പ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അന്ന് ഏകദേശം അത് കഴിഞ്ഞതിന് ശേഷം 2 ദിവസം 3 ദിവസമൊക്കെ എനിക്ക് ആ ബ്രെയിനിന് എനിക്ക് പിടുത്തം കിട്ടാണ്ട് പോകുമായിരുന്നു. ബാലകൃഷ്ണ മാഷുടെയും പിന്നെ പങ്കജാവൻ സാറിന്റെയൊക്കെ ചോദ്യങ്ങളും സന്തോഷേട്ടന്റെ ആ ഒരു മയപ്പെടുത്തിയുള്ള ഉത്തരം ഉണ്ടല്ലോ, ഇപ്പോഴും ശീലിക്കുന്ന ഒരു ഉത്തരം. ഒരു മരണക്കിണറില് ഒരു ഓട്ടുന്ന ഒരു അതിന്റെ ഒരു താളമുണ്ടല്ലോ, അത് സന്തോഷമായിട്ട് നല്ലോണം ഇപ്പൊ എനിക്ക് അനുഭവിക്കാൻ അറിയാൻ പറ്റുന്നുണ്ട്. കാരണം ഒരു ഞാൻ പറയുന്നില്ല, എന്തായാലും ഒരു ഭൗതികതയോട് കൂടുതൽ അടുപ്പമുള്ള ആളും മറ്റ് ആധ്യാത്മികയുടെ അടുപ്പുള്ള ആൾക്കാരെയും ഇടയിൽ കിടന്നിട്ട് ഒരു കറക്കത്തില് ഒരെവിടെയും പിടുത്തം കൊടുക്കാതെ സന്തോഷേട്ടന്റെ സ്വത്വം എന്താണെന്ന് നമ്മളിപ്പോ വെറുതെ ആലോചിക്കുകയാണ്. എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത്, പുള്ളിയുടെ സ്വത്വം എന്താണെന്ന് ആലോചിക്കുകയാണ് പലപ്പോഴും. അത് പലപ്പോഴും എനിക്കും കൈ കിട്ടുന്നില്ല, റാവ്യമ്മയ്ക്കും കൈ കിട്ടുന്നില്ല, പിന്നെ ബാലകൃഷ്ണ മാഷ്ക്കും കൈ കിട്ടുന്നില്ല. എന്തായാലും ഒരു രസമുണ്ട് ഈ വിഷയങ്ങൾ നമ്മള് ചെറിയ വിഷയം കടുകട്ടി ഭാഷയിൽ ഉപയോഗിക്കുന്ന സന്തോഷേട്ടന്റെ ഈ ഒരു കുടുംബാന്തരീക്ഷത്തിൽ നമുക്ക് കേൾക്കുമ്പോ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുകയാണ്. മനസ്സിലാവലാണല്ലോ ഇവിടുത്തെ കാര്യം, അല്ലാണ്ട് ഈ വേർഡ് മീനിങ്ങോ അതൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇത് നമുക്ക് ഉള്ളില് മനസ്സിലാവുക എന്നുള്ളത് നേരത്തെ സന്തോഷം പറഞ്ഞ ഒരു അനുരൂപപ്പെടലുണ്ടല്ലോ, അത് ഈ കുടുംബത്തിലും ഈ ഒരു ഇതിലും നല്ലോണം അനുഭവപ്പെടുന്നുണ്ട്. അതില് സന്തോഷം. പിന്നെ ഇപ്പോ ആത്മീയത, ഇപ്പൊ ഞാൻ ഹെഡിങ് കേട്ടപ്പോൾ നമ്മൾ പഠിച്ച ആത്മീയത പലതും, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഈ ഒരാഴ്ചയില് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വേറൊരു രീതിയിൽ കണ്ടുകൊണ്ട് ഇരിക്കണം. ഞാൻ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് എന്റെ ഈ 2 കണ്ണിലുള്ള ഡിഗ്രി വെച്ചിട്ടായിരുന്നു. കാരണം നമ്മളൊരു പ്രൊജക്ടിനോട് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനോട് നമ്മൾ നിൽക്കുന്ന ഡിഗ്രി വെച്ചിട്ട് മാത്രമാണല്ലോ കാണും. ഇപ്പോ 360 ഡിഗ്രിയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാ വിഷയങ്ങളോടും. അതിൽ പെട്ടതന്നെയാണ് ഈ ആത്മീയത. ഒരു ചുറ്റുവട്ടത്തു നിന്ന് ഇപ്പൊ ഞാൻ കാണാത്ത കാഴ്ചകള് സന്തോഷമായിട്ടും അല്ലെങ്കിൽ കണ്ടതല്ല അനുഭവിച്ച് പറഞ്ഞു തരുമ്പോ നമുക്ക് അവിടെ പോയി നിന്ന് കാണേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. വിഷയങ്ങൾ ഈ ആത്മീയത എന്നൊക്കെ പറഞ്ഞത് അതാണ്. നമ്മള് പറഞ്ഞ പോലെ ഭൗതികത, ഇപ്പോ നമ്മുടെ പങ്കജാവ് സാറ് പറഞ്ഞ പോലെ ഒരു മനുഷ്യന് ആത്മീയത ഇല്ലാതെ നിലനിൽക്കാൻ പറ്റും, ഭൗതികത ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ സന്തോഷമായിട്ട് അതുവരെ നേരത്തെ പറഞ്ഞു വെച്ചത് എന്തായിരുന്നു കേട്ടെ, ഭൗതികനായിട്ടടക്കം നമ്മൾ അവൻ അറിയാത്ത ഒരു വിഷയം. ഇപ്പൊ ഭൗതികനായാലും അവൻ അറിയാത്ത ആത്മീയത അവന്റെ ഉള്ളിലുള്ള കാണിച്ചു തന്നായിരുന്നു സന്തോഷമായിട്ട് ഈ ക്ലാസ് മുഴുവൻ. അല്ലെങ്കിൽ നമ്മൾ വെറും ആത്മീയൻ ആണെന്ന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഭൗതികതയുടെ ആവശ്യകതയും കൂടെ പറഞ്ഞത് രണ്ടും കറക്റ്റായിട്ട് സന്തോഷമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പൊ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഭൗതികനും പിന്നെ ഈ ആത്മീയനും ഒക്കെ അവനവൻ നിൽക്കുന്ന ഒരു സ്റ്റാൻഡില് അവൻ ആ കാര്യത്തെ എങ്ങനെ അനുരൂപപ്പെടുന്നു എന്നുള്ളതിനനുസരിച്ച് മാത്രമാണ് അത് അനുഭവപ്പെടുന്നത്. ഇപ്പോ നമ്മളൊരു കുട്ടി ചെറിയ കുട്ടി ഒരു ചിരിക്കുമ്പോ നമ്മൾ അവന്റെ ആ കുട്ടിയോടുള്ള നിഷ്കളങ്കതയുടെ ഒരു അനുരൂപണം നമ്മൾ അതേപോലെ ചിരിക്കും അല്ലെ. അന്ന് ആ സമയത്ത് ഞാൻ വലിയവനാണെന്നോ ചെറിയവനാണെന്നോ, ഞാൻ ഇന്നതാണെന്നോ, ഞാൻ ആത്മീയനാണോ ഭൗതികനാണെന്നോ ചിന്തിച്ചിട്ടല്ല ആ കുട്ടിയോട് നമ്മൾ പെരുമാറുന്നത്. കളിക്കുകയോ ചിരിക്കുകയോ അല്ലെങ്കിൽ കവിളിൽ തോണ്ടുകയൊക്കെ ചെയ്യുന്നത് ആ കുട്ടിയുടെ ആ അവസ്ഥയോട് നമ്മൾ അനുരൂപപ്പെടുകയാണ്. ഈ അവസ്ഥ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആത്മീയതയും. അല്ലെങ്കിൽ അതിന് ശേഷം വന്ന കുറെ ആൾക്കാർ വലിച്ചു കെട്ടി വേലി കെട്ടിയിട്ട് ഒരു ബിംബത്തിലേക്കോ ഒരു നിറത്തിലേക്കോ അല്ലെങ്കിൽ ഒരു മതത്തിലേക്കോ ഒതുക്കിയ ആത്മീയതയല്ല ആത്മീയത എന്ന് വ്യക്തമായി നമ്മൾ നേരത്തെ അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആ അനുഭവമുണ്ട്. പക്ഷെ അത് മറ്റു പലതിലും കൂടെ നമ്മൾ കാണുമ്പോൾ വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ നമ്മുടെ ഒളിമ്പസിന്റെ ഒരു പ്ലാറ്റ്ഫോം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതൊന്നും അല്ലാത്ത വേറൊരു ഡയമെൻഷനിൽ ആത്മീയതയും ഭൗതികതയും ഒക്കെ നമ്മൾ കണ്ട് അറിയാൻ മനസ്സിലാക്കാൻ പറ്റിയതിൽ വലിയ വലിയ കാര്യമാണ്. ഏതായാലും വലിയ വലിയ കാര്യങ്ങള് ഇത്ര നല്ലൊരു അന്തരീക്ഷത്തില് കേൾക്കാൻ പറ്റുന്നതില് ഒരു പ്രകൃതിയുടെ നിയോഗം, കൂടെ തന്നെ പ്രകൃതി എന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞാണ് പ്രകൃതി പറയുമ്പോൾ ഞാനൊക്കെ റാബിയമ്മയോട് ചേർന്നിട്ട് ഒരു ദൈവം എന്ന് പറഞ്ഞ് ശീലിച്ച ആൾക്കാരാണ് ഞാനൊക്കെ. പക്ഷെ ആ ഒരു ഇതും കൂടെ മാറ്റിയിട്ട് ദൈവികതയെ മുഴുവൻ ഒരു പ്രകൃതിയിലേക്ക് ഉൾക്കൊണ്ട് നമ്മളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവികതയെ നമ്മൾ കണ്ടു തുടങ്ങി. എന്തായാലും വളരെയധികം സന്തോഷം ഈ ഒരു കുടുംബത്തിനും ഈ ഒരു സാഹചര്യത്തിനും. നന്ദി, നമസ്കാരം. ഞാന് സന്തോഷേട്ടനെയും പൊന്നിച്ചേച്ചിനെയും കൂടെ അതുപോലെ കൂടെയുള്ള കുറെ ആൾക്കാരുടെ കൂടെ കഴിഞ്ഞ ആഴ്ച റെയിൻ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്.
പിന്നെ എനിക്ക് 1 മാസത്തെ പരിചയമുള്ളൂ ഒളിമ്പസ് ആയിട്ട്. ഒരാഴ്ച, സോറി, ഒരാഴ്ചത്തെ പരിചയമുള്ളൂ. അതായത് ഫിസിക്കൽ ആയിട്ടുള്ള പരിചയം. അതിനു മുന്നേ 1 മാസം മുന്നേ തൊട്ടേ നമുക്ക് ഈ ഒരു ട്രാക്കിലേക്ക് വന്നിരുന്നു. പിന്നെ ഈ മെല്ലെ മെല്ലെ, അതായത് നമ്മളിപ്പോ ഒരു ചെടീനെ നമ്മളിങ്ങനെ എടുത്തിട്ട് വേറൊരു ഭാഗത്തേക്ക് വെക്കുന്ന സമയത്ത് അതിനെ മുളയ്ക്കാൻ കുറച്ച് സമയം വേണമല്ലോ. അതുപോലെ ഏട്ടൻ എനിക്ക് കുറച്ച് സമയം തരണം. എനിക്ക് കുറെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും ഒരു മൊത്തത്തില് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മാറ്റങ്ങളെ ഞാന് പോസിറ്റീവായിട്ട് തന്നെ കണ്ടുകൊണ്ട് ഈ പാത പിന്തുടരാൻ തന്നെയാണ് എന്റെ ഉദ്ദേശം. ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച റെയിൻ ക്യാമ്പ് തൊട്ടിട്ട് ഈ ആഴ്ച, ഈ ഒരു 7 ദിവസത്തിലുള്ള ഒരു മാറ്റം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഫോൺ അധികം നോക്കാൻ തോന്നുന്നില്ല. ശരിക്കും ഫോണൊക്കെ കുറെ സമയം ഞാൻ രാത്രിയൊക്കെ നല്ലപോലെ യൂസ് ചെയ്തതാണ്. ഉറക്കമൊക്കെ മാറ്റിവെച്ച് അത് മാത്രമാണ് എന്റെ എന്റർടൈൻമെന്റ് പറഞ്ഞ് കുറെ സമയം റീൽസ് നോക്കി സമയം കളഞ്ഞിട്ടുണ്ട് ഞാന്. ഇപ്പൊ എനിക്ക് അത് തൊടാനേ തോന്നുന്നില്ല. ഞാൻ ആവശ്യത്തിന് മാത്രമുള്ള ഇൻഫർമേഷനോ ഡാറ്റ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അതൊരു സൈഡിലേക്ക് വെക്കാനുള്ള ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പൊ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് തന്നെയാണ് എനിക്ക് എന്നോട് ഫീൽ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ പല ആൾക്കാർക്കും പലതരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഫീൽ ചെയ്യും. പിന്നെ ഇപ്പൊ സന്തോഷേട്ടൻ പറഞ്ഞു തരുന്ന ഓരോരോ സബ്ജക്റ്റുകളും നല്ല ഡീപ്പായിട്ട് ഒന്നും കൂടെ പഠിക്കണമെന്നുണ്ട്. അതിന് കുറച്ച് സമയം എനിക്ക് ആവശ്യമുണ്ട്. അതായത് സന്തോഷേട്ടൻ ഇപ്പൊ ഓരോ ആഴ്ച ഓരോരോ വിഷയം കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ റെയിൻ ക്യാമ്പിലും വെച്ചിട്ട് കുറെ വിഷയങ്ങളെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതിന്റെ ഉള്ളിലോട്ട് ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലാൻ പറയുമ്പോൾ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഉള്ളിലോട്ട് ചെല്ലാൻ കുറച്ച് സമയം എനിക്ക് വേണ്ടി വരുന്ന എനിക്ക് തന്നെ തോന്നാറുണ്ട്. അപ്പോ അങ്ങനെ കുറച്ച് കേട്ട് പിന്നെ എല്ലാം ശരിയായിക്കോളും എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ അങ്ങനെ മുൻപോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ട്രാൻസ്ഫോർമേഷൻ എന്തായാലും എനിക്ക് നല്ലൊരു ചേഞ്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മുടെ ഗുരുകുലത്തേക്ക് കുറെ ആൾക്കാര് എനിക്ക് കുറെ സ്റ്റക്കായി നിൽക്കണ കുറെ ആൾക്കാരുണ്ട്. ആ ആൾക്കാരെയൊക്കെ എനിക്ക് പിടിച്ചെടുത്ത് കൊണ്ടുവരണം എന്നല്ല ആഗ്രഹമുണ്ട്. അതിന് എന്നെ കൊണ്ടാവുന്ന എല്ലാ ഒരു കാര്യങ്ങളും ഞാൻ ഇനി മുതൽ ചെയ്യുന്നതായിരിക്കും ഏട്ടാ.